അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ അവർ ധാർമ്മികമായി അർഹത നഷ്ടപ്പെട്ടവരാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം, അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ കുറെ മഹാന്മാരുണ്ട്, ഈ മഹാന്മാരെ ഫോളോ ചെയ്യാൻ, അവരെ പിൻപറ്റാൻ, അവരോട് നല്ല ധാരണ വെക്കാൻ അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്നാണ്. ആ പ്രാർത്ഥനയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ മഹാന്മാരെ അനുകരിക്കണ്ടേ? നമ്മൾ അനുകരിക്കും. നമ്മൾ ഉസ്താദന്മാരെ അനുകരിച്ചുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നേരെ മറിച്ച് കുറ്റപ്പെടുത്താനല്ല, ആരെയും ഞാൻ കുറ്റപ്പെടുത്തല്ല. കുറ്റപ്പെടുത്തുന്നെങ്കിൽ അത് നിങ്ങൾക്കങ്ങനെ തോന്നുന്നെങ്കിൽ അതെന്റെ തകരാറുമല്ല. അതേസമയത്ത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലടക്കമുള്ള മഹാരഥന്മാരെ പിൻപറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുകയും നമ്മളത് ചെയ്യുകയും ചെയ്യാൻ. ഇവരത് പ്രാർത്ഥിക്കുന്ന റൂട്ടിലൂടെ ബസ് പോകുന്നത് കാഞ്ഞങ്ങാട്ടേക്ക്, ഇവൻ കയറിയത് തളാപ്പിലേക്ക്, ഇങ്ങോട്ടെത്താൻ സ്വാഭാവികമായിട്ടും രണ്ടു ഭാഗത്തേക്കാ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഉദാഹരണം പറയാൻ, നമ്മളെ കൂട്ടത്തിൽ മഹാന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറയും എ പി ഉസ്താദ് മഹാനാണ്, ഖലീഫകൾ മഹാനാണ്, ഉള്ളാസങ്ങൾ മഹാനാണ്. വിഷമങ്ങൾക്ക് വരുമ്പോൾ ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാറുണ്ട് അല്ലേ? ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, ചിത്താരി ഉസ്താദ്, അത് അവർക്കൊക്കെ ആശയത്തിൽ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഈ അടുത്ത കാലത്ത് വഫാത്തായ കുണ്ടൂർ ഉസ്താദ്, സി എം വരൂല്ലാഹി വടകര മുഹമ്മദാജി തങ്ങൾ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതിന്റെ മുമ്പ് വഫാത്തായി പോയ നേരത്തെ ഞാൻ പേരെണ്ണിയ മമ്പറത്തങ്ങൾ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്തൂം, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ റളിയല്ലാഹു അൻഹും, അവരോടൊക്കെ മഹാന്മാരായിട്ടാണ് നമ്മൾ കാണുന്നതും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ. നോൺ സുന്നികളെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ചോദിക്കാം, ഇവിടെ ഉണ്ടെങ്കിൽ മുജാഹിദായിട്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ആരാണെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ മഹാൻ ആരാണ്? എന്തേ ഒന്ന് ദുആ ചെയ്യിപ്പിക്കാനാണ്. മഹാൻ ഒന്ന് എല്ലാവരും മഹാനാണ്, എല്ലാവരും മഹാന്മാരാണ്. എന്നാലും ഒന്ന് ഞാൻ തന്നെ കണ്ടാൽ തന്നെ അറിയുകയും ചെയ്യും. ഏത് ഒരു മൗലവി ഞാൻ തന്നെ മഹാൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കുങ്ങൾ. അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരോട് ദുആ ചെയ്യിപ്പിക്കാൻ അങ്ങനെ ഒരു ഏർപ്പാട് ഓർക്കുണ്ടോ? അല്ല, സഹോദരമായി ചിന്തിക്കാൻ പറയാം, വേണ്ടേ? റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ വിഷമം വരുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒന്ന് ദുആ ചെയ്യിപ്പിച്ചു. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവരെ സമീപിച്ചു, പിൽക്കാലത്ത് അവരെ സമീപിച്ചു. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ മഹാന്മാരെ സമീപിച്ചിട്ടുണ്ട്. സുന്നികൾക്ക് അങ്ങനെ സമീപിക്കാനുണ്ട്, മറ്റുള്ള ആളുകൾക്ക് ആരുണ്ട്? മഹാന്മാരെന്നൊന്നും ഉണ്ടോ? അമുസ്ലിം സഹോദരന്മാർ പോലും മനസ്സിലാക്കാൻ, അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാൻ പറയുക, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നമ്മളിവിടെ നടത്തുമ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ കടന്നു വന്നത് എന്തുകൊണ്ടാണ്? എഴുത്തുകൊണ്ടാ തന്നെ. ലേഖനം വായിച്ചിട്ട് ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്ര ആളുണ്ട് ഇവിടെ? ഇപ്പോഴല്ല, ഒരു 100 കൊല്ലം മുമ്പ്, ഒരു 100 കൊല്ലം മുമ്പ് ഇസ്ലാമിക സാഹിത്യരംഗത്ത് കേരളത്തിൽ ഏറ്റവും തഴക്കും പഴക്കം വന്ന സാഹിത്യകൃതി ഏതാണ്? മുഹിദ്ദീമാല. അപ്പുകുട്ടൻ വല്ലുകുന്നോട് ചോദിച്ചാൽ കിട്ടുമത്, വഹാബിയക്ക് തിരിയില്ലെങ്കിലും. അയാൾ തുറന്നു പറയും, മുഹിദ്ദീമാല എന്ന് പറയുന്നതാണ് നമ്മളെ തുഞ്ചത്തെഴുത്തച്ഛൻ ഒരുപക്ഷെ മലയാള ഭാഷയ്ക്ക് അക്ഷരം പുരട്ടുന്നതിന് മുമ്പ് ഇവിടെ അറബി മലയാള കാവ്യത്തിലൂടെ സാഹിത്യരംഗത്ത് കടന്നു വന്നതാണ് മുഹിദ്ദീമാല. ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള മാലകൾ. അപ്പൊ ഒരു 100 കൊല്ലം മുമ്പ് ലേഖനം വായിച്ചിട്ട് എത്ര ആൾ ഇസ്ലാമിക്ക് വന്നിട്ടുണ്ട്? CD കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നോ? അതിപ്പോ ഈ അടുത്ത് സമസ്ത പാസാക്കിയതാണ്, അതിന് മുമ്പില്ല. ഓഡിയോ കാസറ്റ് കണ്ടിട്ട് വന്നീനോ? പോട്ടെ, തെരുവ് നാടകത്തിൽ ആകൃഷ്ടത എത്ര ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്? സ്ത്രീകളുടെ പ്രസംഗത്തിൽ ആകർഷകരായിട്ട് ഇസ്ലാമിക്ക് കടന്നു വന്ന എത്രയാ? അതേസമയത്ത് അന്ന് ഒരുപാട് ആൾ ഇസ്ലാമിക്ക് വന്നു. എങ്ങനെ? ആത്മീയ പുരുഷന്മാരുടെ ആത്മീയത കണ്ട്, അവരുടെ മന്ത്രം, അവരുടെ പ്രാർത്ഥന, അതിനുള്ള ഉത്തരം, അവരോട് മുസ്ലിങ്ങൾക്കുള്ള ബഹുമാനം, ആദരവ്, വേഷഭൂഷാദികൾ, സംസ്കാരം, പെരുമാറ്റം, ഇങ്ങനെ അവരുടെ ഭക്തി, ആദരവ്, ജീവിത ചിട്ട, ഇതൊക്കെ കണ്ട് പുറമെ ചില അനിവാര്യ ഘട്ടങ്ങളിൽ ശത്രുതാ മനോഭാവത്തോടുകൂടെ ചിലർ വരുമ്പോൾ അവർ ആരോഗ്യകരമായി നേരിട്ടത് വാളുകൊണ്ടല്ല, കറാമത്ത് കൊണ്ട്. പൃഥ്വിരാജാവുമായി ഹാജാ ഷേഖ് ഏറ്റുമുട്ടിയതുപോലെ, ബ്രിട്ടീഷുകാർക്ക് ഉമർഗാദി കാണിച്ചു കൊടുത്തതുപോലെ, മമ്പത്തങ്ങൾ ബ്രിട്ടീഷുകാരോട് ചെയ്തതുപോലെ കറാമത്തുകൾ കാണിച്ചു കൊടുത്ത് ഇവർ കളിക്കാൻ പറ്റിയ ആളുകളല്ല. ഇങ്ങനെ കറാമത്തുള്ളവർ ഇവരെ കൂട്ടത്തിൽ അല്ല, ഞാൻ പറയല്ല, എന്ന് ആലോചിക്കാൻ നോക്കിക്കോ നിങ്ങൾ. ഇത് അല്ലാഹു തആല കൊടുക്കുന്നതാണല്ലോ. അവ ചുരുക്കത്തിൽ സ്വർഗത്തിലെത്തണമെങ്കിൽ, ഹിദായത്ത് ലഭിച്ചവരാകണമെങ്കിൽ, ഇസ്ലാം വളരണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ശരിയാകണമെങ്കിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർത്ത് തരണം അല്ലാഹ്.
അതിന് വേണ്ടത് മഹാന്മാർ അംഗീകരിക്കലാണ്. ആ മഹാന്മാരുടെ ജീവിതത്തിലൂടെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കലാണ്. പ്രമാണങ്ങൾ ധിക്കരിക്കലല്ല, മഹാന്മാരെ തള്ളിക്കളയലും അല്ല, മറിച്ച് മഹാന്മാരായി കാണണം. എന്നിട്ട് പ്രമാണത്തെ പ്രമാണമായി കാണണം. എന്റെ ദൃഷ്ടിയിൽ ഈ പ്രമാണം എത്തിയപ്പോൾ ലേശം ബലഹീനത തോന്നുന്നു. എന്നാൽ ഇതേ പ്രമാണം അടിസ്ഥാനപ്പെടുത്തി പൂർവകാലത്ത് വലിയ മഹാരഥന്മാരായ ഇമാമിങ്ങൾ, ഉദാഹരണത്തിന് ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹുവിനെ പോലെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കിലെ എണ്ണ തീർന്നു പോയപ്പോൾ കറാമത്ത് കൊണ്ട് കൈ പ്രകാശിച്ചു പോയി ഇമാമാ നബി റളിയല്ലാഹു തആല അൻഹു. അതുപോലെയുള്ള ഇമാമിങ്ങളാകുന്ന ആളുകൾ അവർ അത്ഭുതം കാണിച്ചവരാണ്. അതുകൊണ്ട് അവർ അംഗീകരിച്ച പ്രമാണത്തിൽ നമ്മൾ ബലഹീനത കണ്ടുകൂടാ. മഹാന്മാർ അംഗീകരിക്കുന്നതോടൊപ്പം പ്രമാണങ്ങൾ അംഗീകരിക്കണം. ഇതാണ് ഇസ്ലാമിന് വേണ്ടത്. പക്ഷേ ഇസ്ലാമിനെ തകർക്കണം. അതിന് വേണ്ടത് ഈ തെളിവുകളുടെ പ്രമാണങ്ങളെയൊക്കെ ബലഹീനമാക്കലാണ്, മഹാന്മാരുടെ ആ സ്ഥാനത്തിന് ഇടിച്ചു താഴ്ത്തലാണ് എന്നു മനസ്സിലാക്കിയ സിയോണിസ്റ്റുകൾ, ഓറിയന്റലിസ്റ്റുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർ അജണ്ട തയ്യാറാക്കി, ഹിഡൻ അജണ്ട. എന്താണത്? പ്രമാണങ്ങൾ പരമാവധി ബലഹീനമാക്കാൻ നോക്കണം. ആയത്ത് പിന്നെ ലൈഫാണെന്ന് ഒറ്റടിക്ക് പറയാൻ വയ്യ. ഹദീസ് കുറച്ചൊക്കെ ലൈഫാന്ന് പറയണം. പിന്നെ മഹാന്മാർ അവരങ്ങനെ ഫോളോ ചെയ്യാനൊന്നും പറ്റൂല. അവർ മനുഷ്യരല്ലേ, അവർക്ക് തെറ്റ് പറ്റൂലേ. അതുകൊണ്ട് അവരങ്ങനെ മഹാന്മാരെ നോക്കിയിട്ടൊന്നും നിങ്ങൾ തെളിവ് പിടിക്കണ്ട. ഇത് വെത്തി തീർക്കണം. ഇത് തീരുമാനിച്ചു ഇസ്ലാമിന്റെ ശത്രുക്കൾ. അത് നടപ്പിൽ വരുത്താൻ വേണ്ടി അവരുണ്ടാക്കിയ ടീമുകളാണ് ജമമുജ തബ്ലീഗ് ആൻഡ് കമ്പനി. അല്ല,